ഇന്ന് ഞാൻ നമ്മുടെ സിജിഎമ്മയായിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. വേറൊരിടത്തിലല്ല, ഗുരുവായൂർ കേട്ടോ. ഞാനും അമ്മയും എൻ്റെ നാത്തൂനാരും കൂടെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾക്ക് നല്ല പനി ആയതുകൊണ്ട് ഞാൻ അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ പറയുക, 8 വർഷത്തിനിടയിൽ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയും ഞാനും ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോണത്. ഈ ഡ്രസ്സ് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. കാരണം ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ട് ഞാനത് മേടിച്ചതാണ്. നല്ല രസമുള്ളൊരു ഡ്രസ്സാണ്. ഞാൻ എന്താ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ എടുത്തു, പിള്ളേരെ ഞാൻ ഏട്ടൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് പോണത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ക്യൂ എങ്ങനെയെന്ന് പറയാമല്ലോ. കുറേ നാൾക്ക് ശേഷമാണ് KSRTC ബസ്സിൽ പോണത്. അമ്മയ്ക്ക് നിന്ന് പോലും ശീലമാണ് കേട്ടോ. ഞാനൊക്കെയാണെങ്കിൽ ഒരു സൈഡിൽ സീറ്റും കിട്ടി. കുറച്ച് പേര് അമ്മയ്ക്ക് അത് കൊടുത്തു. സാധാരണ പണ്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുമ്പോൾ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടമാണ്. ഓട്ടം നിൽക്കുന്നത് ക്യൂവിലായിരിക്കും. അതായത് എത്രയും പെട്ടെന്ന് ക്യൂവിലെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ക്യൂവിലെത്തണം. അതുപോലെ ഓടും കേട്ടോ. ഇപ്പം അമ്മ ആരും ആശ്രയിക്കാറില്ല. അമ്മ ഒറ്റയ്ക്ക് പോയി വരും. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടെന്ന് പറയും. ഞാനങ്ങനെ കരഞ്ഞിട്ടാണ് കൂടെ പോയത്. ഒരു 5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയത്. എന്നാലും ഭയങ്കര സന്തോഷം, നന്നായിട്ട് തൊഴാൻ പറ്റി. അതേപോലെ ഗുരുവായൂരപ്പൻ്റെ വെണ്ണയും ത്രിമധുരവും മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക്. ഭയങ്കര ക്യൂ ആണ്, വെണ്ണ എന്തായാലും കിട്ടില്ല. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ചെരുപ്പ് വയ്ക്കാൻ ക്ലോക്ക് റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മാമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മാമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മക്കളെ അമ്മാമ്മ ത്രിമധുരം മേടിച്ചിട്ടുണ്ട്, അമ്മാമ്മയ്ക്ക് ഇനി വേണ്ട, മക്കൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ത്രിമധുരം തന്നു. ഞാൻ ഇതുവരെ ത്രിമധുരം അമ്പലത്തിൽ കഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിക്കണം എന്നുള്ളത്. ക്യൂ ഒന്നും നിൽക്കാണ്ട് എനിക്കത് ഭയങ്കര സിമ്പിളായിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതേ നമ്മുടെ കണ്ണനൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. ഒരു ഗുരുവായൂരപ്പനെ മേടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കൈച്ചെയിനുകൾ മേടിച്ചു. ഉണ്ണികൾക്ക് കരിമണിയുടെ വെറുതെ കൈച്ചെയിൻ ഉണ്ടല്ലോ, അതൊരു കടയിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല. സെയിം സാധനം തന്നെ അപ്പുറത്തെ കടയിലുണ്ടായിരുന്നു, അതും മേടിച്ചു. ഈ ഒരു ഉണ്ണിക്കണ്ണനെ മേടിച്ചു, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ വിശക്കാനും തലവേദനയൊക്കെ എടുത്തു തുടങ്ങി. വേഗം തന്നെ ഒരു മസാല ദോശ കഴിച്ചു. പണ്ട് ഗുരുവായൂർ പോകണമെന്ന് പറയുമ്പോഴത്തേനും ഞാൻ സജ്ജ ഓടിത്തുള്ളി പോകും. എന്തിനാ ഗുരുവായൂരപ്പനെ കാണാനല്ല മസാല ദോശ കഴിക്കാൻ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മസാല ദോശ ഒക്കെ വാങ്ങിച്ചു തരാറുള്ളത് കേട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടത് വേഗം വീട്ടിലെത്തി. നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നോ?